പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്നാണ് എല്ലാരും വിചാരിക്കണം. പക്ഷെ കാര്യമുണ്ട്. കാരണം നമ്മൾ ഇന്നൊരു പഠിപ്പിച്ചിന്റെ ഇന്റർവ്യൂ എടുക്കാനാണ് വന്നേക്കണം. ഈ എമൗണ്ട് മൊത്തം ഇന്നൊരൊറ്റ ഇവന്റിൽ ജിത്തുന് കിട്ടിയതാണ്. ഇത് സോഷ്യലിന് സ്കൂൾ ഫസ്റ്റ്, ഇത് മാത്സ്, ഇത് ബയോളജി, ഇത് SSLC ഫസ്റ്റ് ആയിരുന്നു, ഇത് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ്. ഇന്നത്തെ വേണ്ടി തന്നെ 15,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും സബ്ജക്റ്റിന് കിട്ടാത്തതുണ്ടോ? ഫസ്റ്റ് കിട്ടാത്തത് സംസ്കൃതത്തിന് കിട്ടിയിട്ടില്ല. അന്ന് പഠിച്ചില്ലേ? അതിന്റെ സബ്ജക്റ്റ് അല്ല. ആക്ച്വലി ഫുൾ ടൈം പഠിപ്പ് തന്നെയാണ്. ഇടക്ക് ഒരു ബ്രേക്ക് എടുക്കും. ബ്രേക്ക് സമയത്ത് എന്താണ് റിലാക്സ് ചെയ്യാനായിട്ട്? റിലാക്സ് ചെയ്യാൻ അത് പഠിച്ച പാടം തന്നെ റിവൈസ് ചെയ്യും. പഠിപ്പല്ലാതെ വേറെ എന്താണ്? പഠിപ്പല്ലാതെ ന്യൂസ് പേപ്പർ അയക്കും. വായന തന്നെയാണ് എന്തായാലും ഫുൾ ടൈം. പൊതുവെ കുഴപ്പമുള്ള ട്രെൻഡ്. അപ്പൊ ആ കുട്ടികളൊക്കെ ആ പഠിപ്പിച്ചെന്ന് വിളിക്കുമ്പോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നതാണ്? പഠിപ്പിച്ചെന്ന് വിളിക്കണേൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉഴപ്പുമ്പോ നമ്മ ഫുള്ളായിട്ട് ഉഴപ്പരുത്. പഠിക്കണേനൊപ്പം തന്നെ ചെറിയ എന്റർടൈൻമെന്റും ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ജിത്തുവിന്റെ അമ്മനോട് ചോദിച്ചപ്പോ ആള് പറഞ്ഞത് സയന്റിസ്റ്റ് ആക്കണം ഇവനെ, എന്നിട്ട് റോക്കറ്റ് വരണം, അതാണ് അവരുടെ ആഗ്രഹം എന്നാണ്. അപ്പൊ അത് സത്യമാണോ? വീട്ടുകാർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനത് നോക്കണല്ല. ഇപ്പൊ ഞാൻ +2 നോക്കണം. പിന്നെ ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ മതി, എനിക്ക് പഠിക്കാൻ സമയം പോണം. അവനെങ്ങനെ വീട്ടില് ഫുൾ ടൈം പഠിപ്പാണ്? അവൻ അങ്ങനൊന്നും പഠിക്കാറില്ല. സ്കൂൾ വിട്ടേണ്ട ഒരു 5 മണിക്കൂർ നേരെ, പിന്നെ രാവിലെ ഒരു 2 മണിക്കൂർ. അങ്ങനെ ഒരു ഫ്ലക്സ് അടിക്കാൻ പോകുന്നുണ്ട്. +1 ആയിട്ടുള്ളൂ ഇപ്പൊ. +2 ഫുൾ A+ വാങ്ങാൻ പോകുന്ന ജ്യോതിഷം എന്നും പറയും. അത് ഞാൻ സ്പോൺസർ ചെയ്യാട്ടോ. സ്പോൺസർ ചെയ്തു. അവൻ എന്തായി കാണണമെന്നാണ് വല്യമ്മയുടെ ആഗ്രഹം? എനിക്ക് പല ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അവൻ എന്താണ് ആകണേന്ന് വെച്ചാൽ അവനായിക്കോട്ടെ.